നമസ്കാരം, പത്മാസ് കുസൈനിലേക്ക് സ്വാഗതം. ഇന്ന് എന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ബ്രാഹ്മിൻസിൻ്റെ ഒരു ട്രഡീഷണൽ വടയായ കാരാവടയാണ് ഉണ്ടാക്കാൻ പോണത്. കാരം എന്ന് വെച്ചാൽ എരിവെന്നാണ് അർത്ഥം. അപ്പോൾ എരിവ് ഇത്തിരി കൂടുതലുള്ള വടയെന്നാണ് ഇതിന് കാരാവട എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലേക്ക് വേണ്ടുന്ന ചേരുവകൾ എന്താണെന്ന് വെച്ചാൽ പീസ് പരിപ്പ്, നമ്മൾ പരിപ്പ് വട ഉണ്ടാക്കണ പീസ് പരിപ്പ്, ഉഴുന്ന്, അരി, തൂരൻ പരിപ്പ്, കടലപ്പരിപ്പ് ഉണ്ടെങ്കിൽ കടലപ്പരിപ്പും ചേർക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് കായം, വറ്റൽമുളക്, ഉപ്പ്. ഇത്രയാണ് ഇതിലേക്ക് വേണ്ടുന്ന ചേരുവകൾ. പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ ചേർക്കുന്നത് നാളികേരം ചെറുതായി നുറുക്കിയതും ചെറിയ ഉള്ളി ഇങ്ങനെ ചെറുതായി നുറുക്കി എടുക്കുക. പിന്നെ കറിവേപ്പില. ഇത്രയാണ് ഇതിലേക്ക് വേണ്ടുന്ന ചേരുവകൾ. ഇതൊരു 2-3 മണിക്കൂർ കുതിർത്തതിന് ശേഷം നല്ല തരിതരിപ്പായിട്ട് ഉപ്പും കായവും ചേർത്ത് അരച്ച ചേരുവയാണ് കേട്ടത്. ഇത് ഉപ്പും കായവും നമ്മൾ ഈ കുതിർത്ത ചേരുവകളെല്ലാം കൂടി ചേർത്താണ്. ഇനി ഇതിലേക്ക് കറിവേപ്പില, പിന്നെ ഉള്ളി, ചെറിയ ഉള്ളി. ഇതിൽ ചെറിയ ഉള്ളി ഇടുന്നതാണ് നല്ല ടേസ്റ്റ്. പിന്നെ നാളികേരം. ഇതെല്ലാം കൂടെ നന്നായിട്ട് ചേർത്ത് ഇളക്കാം. പിന്നെ ചിലരുണ്ടെന്നുണ്ടെങ്കിൽ ഇത് തോരൻ പരിപ്പ് അല്പം കുതിർത്ത് മാറ്റി വേറെ കുതിർത്തിട്ട് ഇതിൻ്റെ കൂടെ ചേർത്ത് ഇളക്കാറുണ്ട്. ഞാനത് ചെയ്തിട്ടില്ല, അങ്ങനെയും കൂടി ചെയ്യാം. അത് ഇടയിലിടയിൽ ഓരോന്നിങ്ങനെ കടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പൊതുവെ ധാന്യങ്ങളൊക്കെ കുട്ടികൾക്ക് കഴിക്കാൻ വലിയ മടിയാണല്ലോ, പരിപ്പ് വർഗ്ഗങ്ങളൊക്കെ. അപ്പം ഇങ്ങനെ ഒരു ചേരുവയിൽ ഇതുപോലെ ഒരു വട ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ പ്രോട്ടീനും വൈറ്റമിൻസും എല്ലാം അവരുടെ ഉള്ളിൽ പെടുകയും ചെയ്യും. എണ്ണ ചൂടായി കഴിഞ്ഞു. ഇനി നമുക്ക് ചെറിയ ചെറിയ ഉരുളകളായി ഉരുട്ടി ഇതിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ഇത് തയ്യാറാക്കി കുട്ടികൾക്കൊക്കെ കൊടുക്കുക. ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തന്നെ അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് അപ്പം തന്നെ കാണാൻ പറ്റും. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.